അപ്പോ നാലാമത്തെ ചോദ്യം ഇതാ. ഹിറ്റ്ലർ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച താരം എ വിജയകാന്ത്, ബി സത്യരാജ്, സി ശരത് കുമാർ. തമിഴ് മന്നനോട് തന്നെ ചോദിക്കാം ചേട്ടാ, ഉത്തരം അറിയാവോ? ഉത്തരം അറിയാവോ? മലയാളത്തിലെ സാധാരണ ഹിറ്റാവുന്ന സിനിമ എല്ലാം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്ന ഒരു നായകനേ ഉള്ളൂ സ്ഥിരമായി. അദ്ദേഹം അവിടെ സൂപ്പർ സ്റ്റാർ ആയതുപോലും ഗാന്ധിഗർ സെക്കൻഡ് സ്ട്രീറ്റ് റീമേക്ക് ചെയ്തിട്ടാണ്. പുള്ളിക്കാരന്റെ കൂടെ ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു, തലൈവ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കഥകളാണ്. പുള്ളി പറഞ്ഞാണ്, പുള്ളി മലയാളത്തിൽ ഓടും എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഓടിയ പടം എന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത് എങ്ങനെയെങ്കിലും റീമേക്ക് ചെയ്യും. അപ്പൊ പുള്ളിക്കാരനെ സ്റ്റാർ ആക്കിയത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് ആണ്. അതുപോലെ തന്നെ ഹിറ്റ്ലറിനെ പുള്ളിക്കാരൻ അവിടെ മിലിറ്ററി എന്ന പേരിലാണ് റീമേക്ക് ചെയ്ത്. സത്യരാജ് സാർ ആണോ? സത്യരാജ് സാറാണ്. ഞാൻ തലൈവ ചെയ്തോണ്ടിരിക്കുമ്പോ അതിന്റെ അകത്ത് ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോ എല്ലാം പറഞ്ഞു തന്നപ്പോ അഭിഷേകിന് സന്തോഷമായി. പി സത്യരാജിനെ ഞാൻ വരിഞ്ഞിട്ട് മുറുക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തമ്പി ഒന്ന് കാണിച്ച്, ശിവകുമാരൻ തമ്പി. ഇവിടെ ഇവിടെ ശിവോ ശിവ വിളിക്കുന്നു. ഹായ് ശിവ. ഹായ്. ഇതെന്ത് ബ്രീഡാണ്? ഇവ നാടൻ, എല്ലാം നാടൻ. പക്ഷെ കണ്ടാ തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ ആൾക്കാരെ. നാടനാണ്. ഇതിനെ വല്ല എന്തെങ്കിലും അമേരിക്കൻ ബ്രീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10,60,000 രൂപ കിട്ടും കേട്ടോ ഇപ്പൊ കൊടുത്താല്. വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഒഴിവാക്കുന്നത്. സെൻബർനാടാണെന്നൊക്കെ പറഞ്ഞാണ്. ഇപ്പൊ സത്യരാജിനെയാണ് നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയ കുസൃതി ചോദ്യം. ഓക്കെ. ആഹാരമൊക്കെ എങ്ങനെയാണ്? വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? രണ്ടുമുണ്ട്. കൂടുതൽ ഏതാ കഴിക്കുന്നത്? നോൺ വെജ്. അതിലേതാണ്? ചിക്കൻ. അതാണോ? ബീഫാണോ? ഇല്ല, ബീഫ് കഴിക്കൂല. ബീഫ് കഴിക്കില്ല. ചിക്കൻ കഴിക്കും, ഫിഷ് കഴിക്കും. അപ്പൊ മധുരിക്കുന്ന കര ഏതാണ്? ഊണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കര കാണുമല്ലോ, മധുരിക്കുന്ന കര. ശർക്കര ആണോ? നല്ലതൊരു കരയാണല്ലോ ശർക്കര. കറക്റ്റ്, ശർക്കരയാണ്. മധുരിക്കുന്ന കര ശർക്കര. ഇതൊക്കെ വെറും കുസൃതി ചോദ്യങ്ങളാണ് കേട്ടോ. ചിലർക്ക് ഇതിങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന ഭയങ്കര ദേഷ്യമാണ്. എന്താണ് നീ പറയുന്നത്? ചുമ്മാ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന. ക്ലാസ്സിലാണെങ്കിലും ഫ്രണ്ട്സ് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്. നല്ല രസമാണ് അത് കേൾക്കാൻ. അപ്പൊ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ അറിയാം. ഓക്കെ. അപ്പം ബി സത്യരാജ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പോ രാജീവിന്റെ 4 ചോദ്യങ്ങളും രാജീവ് പറഞ്ഞു തന്നു. ഒരു ചോദ്യം അഭിഷേകിന് അറിയാമായിരുന്നു. ബാക്കി 3 ചോദ്യങ്ങൾക്കും രാജീവ് സഹായിച്ചു. സോ താങ്ക് യു രാജീവ് ആൻഡ് ശിവൻ. താങ്ക് യു ചേട്ടാ. ഇറ്റ് വാസ് ഫൺ. താങ്ക് യു. ചേട്ടന്റെ ഫാനാണ്. അപ്പം ബ്രദർ വിൻ ചെയ്യുക, തകർക്കുക. ഓക്കേ, താങ്ക് യു ചേട്ടാ. സുഖമായിട്ടിരിക്കുക. ബി സേഫ്. അപ്പൊ അഭിഷേകെ, നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സെക്ടറിൽ കയറുകയാണ്. ഓക്കെ. രാജമാണിക്യം. ഇതിന് ചോദ്യം മാത്രമേ ഉള്ളൂ, ഓപ്ഷൻസ് ഇല്ല, അമ്മയച്ഛനും ഇല്ല, രാജീവ് പിള്ളയില്ല, ആരുമില്ല, ഞാനും നിങ്ങളും മാത്രം. റെഡിയാണോ? റെഡിയാണ്. രാജമാണിക്യം. ഹിറ്റ്ലറിൽ മുകേഷിന്റെ കഥാപാത്രം ജോലി ചെയ്യുന്നത് എവിടെയാണ്? 10 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്ത്. 8. ബാങ്കിലാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്തോ. കഴിഞ്ഞു. ബാങ്ക് എന്നാണ് പറഞ്ഞത്. മുകേഷിന്റെ കഥാപാത്രം ജോലി ചെയ്യുന്ന ബാങ്കാണോ? ആണെന്ന് തോന്നുന്നു. കാരണം അതില് ജഗദീഷ് ചേട്ടനാണെങ്കിലും കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതായിട്ടൊക്കെ ഒരു ഓർമ്മയുണ്ട്. അപ്പൊ അതുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ബാങ്കിലാണെന്നാണ് തോന്നുന്നു, എൻ്റെ ഒരു വിശ്വാസം. അതോ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണോ? അല്ല, കൺസ്ട്രക്ഷൻ അല്ല, ബാങ്ക് തന്നെയാണ്. അതെ. അപ്പോ അഭിഷേക് ഒരു
ഹെൽപ്പും ഇല്ലാതെ പറഞ്ഞിരിക്കുന്നു ബാങ്കാണ്. യെസ്. സോ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 15,000 rupees. വെരി ഗുഡ്. ഇപ്പൊ തന്നെ അത് അക്കൗണ്ടിൽ എത്തിക്കണം. അതാണല്ലോ അതിന്റെ ഒരു ഇത്.